പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്താണ്. തീരത്തോടടുത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണറ്റിൻ്റെ കരയിലാണ്. ഈ കിണർ ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. മാലിന്യങ്ങൾ കൊണ്ട് കുന്നുകൂടിയിരിക്കുന്നു. വരുന്ന തലമുറയ്ക്ക് ശംഖുമുഖം ബീച്ചിൽ ഇങ്ങനെ ഒരു കിണർ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത ദുരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിണർ ആ കാലഘട്ടത്തിലുള്ള പൊതുജനങ്ങൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ കടലിനോടടുത്ത് കിടക്കുന്ന ഈ കിണർ ആ കാലഘട്ടത്തിൽ ഒരു തുള്ളി ഉപ്പ് രസം പോലും ഇതിനകത്ത് ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം. ചരിത്രം ചവർക്കൂനയാകുന്ന ദയനീയ കാഴ്ച. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഭക്തിയും ആചാരങ്ങളും ഇഴചേർന്നു നിന്ന ഈ പുണ്യക്കിണർ ഇന്ന് വെറുമൊരു മാലിന്യത്തൊട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തോടുള്ള വലിയൊരു ക്രൂരതയാണ്. കടലിന് തൊട്ടടുത്ത് മാധുര്യമുള്ള ജലം നൽകി വിസ്മയിപ്പിച്ച ഈ കിണർ ഇന്ന് പ്ലാസ്റ്റിക് കുപ്പികളും ആഹാര അവശിഷ്ടങ്ങളും വീണ് വീർപ്പുമുട്ടുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനു മുന്നോടിയായി വിഗ്രഹങ്ങൾ ശുദ്ധീകരിക്കാനും കുടിക്കാനും ഉപയോഗിച്ചിരുന്ന പവിത്രമായ ജലം ഇന്ന് മാലിന്യങ്ങൾ കലർന്നു ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു. പൂജകൾക്കും കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടിടത്ത് ഇന്ന് ദുർഗന്ധവും അഴുക്കുമാണ്. കരിങ്കല്ലിൽ തീർത്ത ഈ അതിമനോഹരമായ നിർമ്മിതി ഇന്ന് പലപ്പോഴും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം കാടുപിടിച്ചും മാലിന്യം നിറഞ്ഞും കിടക്കുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ വലിയ വരുമാനവും പ്രശസ്തിയും നേടുന്ന ശംഖുമുഖത്തിന് അതിൻ്റെ ചരിത്രപരമായ അടയാളങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു വീഴ്ചയാണ്. വരും തലമുറയോടുള്ള ഉത്തരവാദിത്തമില്ലായ്മ. പഴമക്കാർ പറയുന്നത് എത്ര വലിയ വേനലിലും വറ്റാത്ത, എത്ര തിരയടിച്ചാലും ഉപ്പ് കലരാത്ത ഈ കിണർ ഈ നാടിൻ്റെ ഐശ്വര്യമായിരുന്നു. നമ്മുടെ നാടിൻ്റെ പൈതൃകമായ ഈ സ്മാരകം അടിയന്തരമായി ശുചീകരിക്കാനും സംരക്ഷണ വേലികൾ സ്ഥാപിച്ച് പുനരുദ്ധീകരിക്കാനും വേണ്ടപ്പെട്ട അധികാരികൾ അടിയന്തരമായി ശ്രദ്ധ പുലർത്തുക തന്നെ വേണം. പുരാവസ്തു വകുപ്പിനായി ഈ വീഡിയോ ചിത്രം സമർപ്പിക്കുന്നു.